മലയാളികൾക്ക് സ്വർണത്തോടുള്ള പ്രിയത്തിൽ ഇപ്പോഴും ഒരു കുറവുമില്ല. നിക്ഷേപം എന്ന രീതിയിലും ആഭരണമായും നമ്മൾ സ്വർണം വാങ്ങാറുണ്ട്. എന്നാൽ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നൽകേണ്ടി വരുന്ന നികുതിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടോ? ഫിസിക്കൽ ഗോൾഡ് മുതൽ ഡിജിറ്റൽ ഗോൾഡ് വരെ ഓരോന്നിനും ടാക്സ് വ്യത്യാസപ്പെടും. ഇതേക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ആദ്യം നമുക്ക് സ്വർണം വാങ്ങുമ്പോൾ നൽകേണ്ട നികുതികളെക്കുറിച്ച് നോക്കാം. ആഭരണമായോ കോയിനുകളായോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡായോ ആണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ 3% GST നൽകേണ്ടത്. ശ്രദ്ധിക്കുക, ആഭരണമാണെങ്കിൽ പണിക്കൂലിക്ക് മുകളിൽ 5% GST വേറെയും നൽകണം. എന്നാൽ ഗോൾഡ് ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ എന്നിവ വാങ്ങുമ്പോൾ GST നൽകേണ്ടതില്ല. നിക്ഷേപകർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ഇനി നിങ്ങൾ വിദേശത്ത് നിന്ന് സ്വർണം കൊണ്ടുവരികയാണെങ്കിൽ 6% കസ്റ്റംസ് ഡ്യൂട്ടി ബാധകമാണ്. പാരമ്പര്യമായി ലഭിക്കുന്ന സ്വർണത്തിനോ അടുത്ത ബന്ധുക്കളിൽ നിന്ന് സമ്മാനമായി ലഭിക്കുന്ന സ്വർണത്തിനോ ടാക്സ് നൽകേണ്ടതില്ല. പക്ഷെ ബന്ധുക്കളല്ലാത്തവരിൽ നിന്ന് 50,000 രൂപയിൽ കൂടുതൽ മൂല്യമുള്ള സ്വർണം ഗിഫ്റ്റായി ലഭിച്ചാൽ അത് ടാക്സബിൾ വരുമാനമായി കണക്കാക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വർണം വിൽക്കുമ്പോൾ എത്രയാണ് ടാക്സ്? നമ്പർ 1, ഫിസിക്കൽ ഗോൾഡ് ആൻഡ് ഡിജിറ്റൽ ഗോൾഡ്. നിങ്ങൾ സ്വർണം വാങ്ങി 24 മാസത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി കണക്കാക്കും. ഇതിന് ഇൻഡെക്സേഷൻ ഇല്ലാതെ 12% ടാക്സ് നൽകണം. 2 വർഷത്തിന് മുൻപാണ് വിൽക്കുന്നതെങ്കിൽ അത് വരുമാനത്തോടൊപ്പം കൂട്ടി സ്ലാബ് റേറ്റ് അനുസരിച്ച് ടാക്സ് നൽകേണ്ടി വരും. നമ്പർ 2, ഗോൾഡ് ETF. ഗോൾഡ് ETFകളുടെ കാര്യത്തിൽ 12 മാസമെങ്കിലും കൈവശം വെച്ചാൽ അത് ലോങ് ടേം ആയി പരിഗണിക്കും. ഇവിടെയും 12% ടാക്സ്. 12 മാസത്തിൽ താഴെയാണെങ്കിൽ സ്ലാബ് റേറ്റ് ആണ് ബാധകമാവുക. നമ്പർ 3, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് 24 മാസമാണ് ഹോൾഡിംഗ് പീരീഡ്. 24 മാസത്തിന് ശേഷം വിറ്റാൽ 12% ടാക്സും അതിന് മുൻപാണെങ്കിൽ സ്ലാബ് റേറ്റും ബാധകമാണ്. നമ്പർ 4, സോവറിൻ ഗോൾഡ് ബോണ്ട്സ്. SGBയുടെ കാര്യത്തിൽ നിയമം അല്പം വ്യത്യസ്തമാണ്. നിങ്ങൾ പ്രൈമറി ഇഷ്യൂ വഴി ബോണ്ട് വാങ്ങുകയും കാലാവധി തീരുന്നതുവരെ അത് ഹോൾഡ് ചെയ്യുകയും ചെയ്താൽ ടാക്സ് നൽകേണ്ടതില്ല. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും വാങ്ങുകയോ കാലാവധിക്ക് മുൻപ് വിൽക്കുകയോ ചെയ്താൽ ടാക്സ് ബാധകമാകും. ഇനിയൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. സ്വർണം വിറ്റ് കിട്ടുന്ന പണം മുഴുവനായും ഒരു വീട് വാങ്ങാനായി ഉപയോഗിക്കുന്നെങ്കിൽ സെക്ഷൻ 54F പ്രകാരം നികുതി ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ, സ്വർണം വാങ്ങുമ്പോൾ മാത്രമല്ല വിൽക്കുമ്പോഴും ടാക്സ് പ്ലാനിംഗ് അത്യാവശ്യമാണ്. പാരമ്പര്യമായി കിട്ടിയ സ്വർണം വിൽക്കുമ്പോൾ അത് വാങ്ങിയ ആളുടെ ഹോൾഡിംഗ് പീരീഡ് കൂടി കണക്കാക്കിയാണ് ടാക്സ് തീരുമാനിക്കുകയെന്ന് ഓർക്കണം. നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് അനുയോജ്യമായ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിന് ജിയോജിത്ത് നിങ്ങളെ സഹായിക്കും. അതിനെ അടുത്തുള്ള ജിയോജിത്ത് ബ്രാഞ്ചുകളിലോ താഴെ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സാമ്പത്തിക വിശകലനങ്ങൾക്കായി ജിയോജി സ്പോട്ട്ലൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.